അതെ, പിന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഈ റമദാൻ മാസം നോമ്പ് മുറിക്കുമ്പോൾ പിന്നെ എണ്ണക്കടി വേണ്ടാന്നില്ല, ഒരു വീഡിയോ കണ്ടോ, അധികം കുത്തിക്കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു പാനിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക, അതായത് കുറച്ച്. എന്നിട്ട് ചിക്കനിൽ ഒരു 3 എല്ലാത്ത പീസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എനിക്ക് ആക്കാൻ മടിച്ചിട്ട് ഞാൻ റെഡിമെയ്ഡ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടാ. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. പിന്നെ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് കുറച്ച് ഉപ്പുണ്ട്, അവിടെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഉപ്പൊന്നും ചിക്കാൻ കഴിയില്ലല്ലോ, നോമ്പല്ലേ. അപ്പോൾ നോക്കിയിട്ട് ഏകദേശം ഇട്ട് കൊടുത്തോ. എന്നിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് തീ കുറച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിനിടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അതിനെ ഒന്ന് കുറച്ച് മുളക് പൊടി അവിടെ വേറിയിട്ടുണ്ട്, ഇങ്ങനെ കാണുന്നുണ്ടാവും. അപ്പോൾ പിന്നെ അങ്ങനെതാ ഇത് ചെയ്ത് കൊടുക്കുക. എന്നിട്ടില്ലേ ഒരു 80% കുക്കായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. എന്നിട്ട് അല്പം കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് മസാല നിങ്ങൾ ഇതിനേക്കാളും വെറൈറ്റി ഒക്കെ ആക്കുന്നവരാണെങ്കിൽ ആ വെറൈറ്റി മസാല ഉണ്ടാക്കാം. ചിക്കനോ ബീഫിലോ ചെമ്മീനിലൊക്കെ മസാല ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു പിന്നെ സ്നാക്സിന് അങ്ങനെ ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഉള്ളി നമ്മൾ ചില്ലിയിലൊക്കെ കടിക്കുന്ന ഒരു പരിവില്ലേ, ചില്ലി ചിക്കൻ, അങ്ങനെ മതി കേട്ടോ. ഇനി കുറച്ച് ടൊമാറ്റോൻ്റെ സോസ് ഒഴിക്കുന്നുണ്ട്. ഇതിൽ ഒന്നിക്കിൽ ടൊമാറ്റോ പ്യൂരി അങ്ങനെ ഒഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് സാധാരണ തക്കാളി അരച്ചിട്ട് ചേർക്കാം, അങ്ങനെ എന്തും ചേർക്കാം കേട്ടോ. ചേർത്താൽ മതി. അങ്ങനെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്താൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. തീർന്നിട്ടില്ല. ഇനി ഒരു സാധനം കൂടെ ചേർക്കാനുള്ള ഫ്രഷ് ക്രീം. ഈ ഫ്രഷ് ക്രീം ചേർത്താണെങ്കിൽ നമ്മളെ സ്നാക്സിന് ഭയങ്കര ജ്യൂസി ആയിട്ടിരിക്കും, ഭയങ്കര ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ആ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഒഴിക്കുന്ന ഫ്രഷ് ക്രീം വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിൽ തിക്കായിട്ട് ഒരു ഇതുണ്ടാവും, പിന്നെ കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും. വെള്ളം ആവാതെ നോക്കണേ. അപ്പോൾ ആ തിക്കായിട്ട് കുറച്ച് ക്രീം ഒഴിക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. തീ ഓഫാക്കിയതിന് ശേഷം ക്രീം ഒഴിക്കണേ, അല്ലെങ്കിൽ പിന്നെ പിരിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പിന്നെ അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പാൽ ഒഴിച്ച് കൊടുക്കുക. അതിന് ഇത്ര കണക്കൊന്നൊന്നുമില്ല, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അതായത് ഒരു 3 മുട്ടക്ക് ഒരു അരക്കപ്പ് പാൽ എന്ന രീതിയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. 1/2 മുതൽ 3/4 വരെ ആയാലും 3/4 കപ്പ് വരെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഒന്നും കറക്റ്റ് ലെവൽ തന്നെ ആവണമെന്നില്ല, കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഉപ്പും പഞ്ചസാരയും മാത്രം നോക്കിയാൽ മതി. അതായത് വേറെ സ്നാക്സിൻ്റെ അതേ പഞ്ചസാര ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പിന്നെ ഇത് മിക്സ് ചെയ്തിട്ട് ഞാൻ 8 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു പാനിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കസർത്ത് പറയുന്നതിനേക്കാളും കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. ആ മിക്സിൽ പിന്നെ ബ്രെഡ് സൈഡൊക്കെ കളഞ്ഞിട്ട് എന്താക്കുക, മുക്കിയിട്ട് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക. കുറച്ച് കയറ്റിയിട്ട് വേണം ബ്രെഡ് വെക്കാൻ. കാണുന്നില്ല എന്തപ്പോൾ പറയുക, അങ്ങനെ തന്നെ തോന്നുന്നു. കുറച്ച് കയറ്റിയിട്ട് വെക്കുക. എന്നിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആ പാനിൽ കുറച്ച് നെയ്യ് ഒഴിക്കാൻ മറന്നൊക്കെയല്ലേ, അപ്പോൾ സൈഡോട്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. അങ്ങനെ ഈ ബ്രെഡിൽ ഈ മിക്സിൽ ബ്രെഡ് മുക്കുമ്പോഴല്ല പെട്ടെന്ന് സോഫ്റ്റ്. അപ്പോൾ നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിൽ അതിനെ മടക്കിയും ചുരുട്ടൊക്കെ ചെയ്യാം. എന്നിട്ട് ഈ ഫില്ലിങ് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അപ്പോൾ 8 ഇഞ്ച് വലുപ്പത്തിന് ഏകദേശം ഒരു ബ്രെഡ് ഫുള്ള് വേണ്ട കേട്ടോ, ഒരു പാക്കറ്റ് ഫില്ലിങ് ഫുള്ളും വേണം. പിന്നെ 3 മുട്ടൻ്റെ ബാറ്ററും കറക്റ്റാണ് കേട്ടോ. പിന്നെ അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും മുട്ടേൻ്റെ ബ്രെഡിൻ്റെ സൈഡ് കളയാൻ നിർബന്ധമില്ല കേട്ടോ, പക്ഷെ കളഞ്ഞാൽ കുറച്ചും കൂടെ ഒരു മൊഞ്ചായി, അത്രയേ ഉള്ളൂ. ഇനി വീണ്ടും കുറച്ചും കൂടെ ഇതിൻ്റെ മേലെ തിക്കായിട്ടില്ലേ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വെന്ത് ലെവലായി വരുമ്പോണ്ടല്ല ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങളടുത്ത് സ്ലൈസ് ആയിട്ടില്ലതാണെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി, 2 3. ഇനി വീണ്ടും നമ്മുടെ മുട്ടയിലേക്ക് ബ്രെഡ് മുക്കുക, വെച്ച് കൊടുക്കുക, മൊത്തം കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണല്ലേ, അതെന്തോ ഒരു മാതിരിപ്പം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ബോക്സിൽ വല്ലതും കുത്തിക്കുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനെടുത്ത 3 മുട്ടയും 3/4 കപ്പ് പാലും കറക്റ്റ് പാകാന്ന് കേട്ടോ. അതിന് കുറച്ച് ബാലൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. നിർബന്ധമില്ല, ബാലൻസ് ഇല്ലെങ്കിലും ഇനി ഉണ്ടാക്കിയിട്ടൊന്നും ഒഴിക്കൊന്നും വേണ്ട, ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് കൈ കൊണ്ടെല്ലാം ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ പാത്രത്തിന് നെയ്യാക്കാൻ മറക്കല്ലേ, ആദ്യം തന്നെ നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് നല്ല മണമല്ലേ നെയ്യാക്കി കൊടുക്കുക കേട്ടോ. മിൽമേൻ്റെ നെയ്യോ ഏതാ നിങ്ങളെടുത്തില്ല അത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് ഇത് കുക്കുക. ഒരു 20-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ തന്നെ ആയിട്ടുണ്ടായിന്. അപ്പോൾ ടൈമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യേ. പിന്നെ കരിഞ്ഞു വന്ന് നോക്കുക. അടിയിൽ എന്തെങ്കിലും തട്ട് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വേഗം ആവും കേട്ടോ. പിന്നെ ബ്രെഡല്ലേ അധികം കുക്കാവാനൊന്നുമില്ല, എല്ലാം ഓൾറെഡി കുക്കായതാണ്. ജസ്റ്റ് ആ മുട്ട ഒന്ന് ശരിയാണെന്നില്ല, പിന്നെ തിരിച്ചുടിയൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ടേസ്റ്റ് ഒരു
രക്ഷയില്ല. ബട്ടർ തന്നെ യൂസ് ചെയ്യണേ, ഒരു രക്ഷയില്ല. പിന്നെ ബട്ടർ ഇല്ലാത്ത ആൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിൽ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ടായിക്കോ. ഇഫ്താറിന് എണ്ണയൊന്നും ഇല്ലാണ്ട് തിന്നണമെന്ന് വെച്ചാൽ നല്ല വയറും നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരാം. ബായ്.